എന്താണ് ഈ നാലുപുര അല്ലെങ്കിൽ നാലുകെട്ട്? എന്താണ് അതിന്റെ ശില്പതന്ത്രം? സാമ്പത്തിക ഭദ്രതയുള്ള മലയാളിയുടെ വാസസ്ഥലത്തിന് നാലുപുര എന്നാണ് പറഞ്ഞിരുന്നത്. നടുവിലുള്ള ഒരു മുറ്റത്തിന്റെ 4 ഭാഗവും പുരയായിരിക്കും. നടുമുറ്റത്തിന്റെ 4 പുറവും ഉള്ളതായ പുരകൾ: 1 വടക്ക് ഭാഗത്തുള്ള വടക്കിനി, 2 തെക്കു ഭാഗത്തുള്ള തെക്കിനി, 3 കിഴക്ക് ഭാഗത്തുള്ള കിഴക്കിനി, 4 പടിഞ്ഞാറ് ഭാഗത്തുള്ള പടിഞ്ഞാറ്റി. ഇങ്ങനെ 4 പുരകൾ. 4 പുര പണി ചെയ്യുവാൻ എല്ലാവരാലും സാധ്യമല്ല. എങ്കിലും എല്ലാ വീടും 4 പുരയുടെ ഒരു ഭാഗമായി വിചാരിച്ചു വരുന്നു. പ്ലാൻ നോക്കിയാൽ പടിഞ്ഞാറ്റിയിൽ 3 മുറികൾ ഉണ്ടെന്ന് കാണാം. വടക്കേ അറ്റത്തുള്ള 1-ാം നമ്പർ മുറി പെറ്റുകിടക്കുന്ന മുറിയാകുന്നു. പേര്, തീണ്ടാരി മുതലായ അശുദ്ധി കാലങ്ങളിൽ സ്ത്രീകൾ ഇതിലാണ് കിടക്കുന്നത്. നടുവിലുള്ള 2-ാം നമ്പർ മുറി പടിഞ്ഞാറ്റി മച്ചാകുന്നു. നെല്ല് മുതലായത് സൂക്ഷിക്കുന്നത് ഇതിലാകുന്നു. തറവാട്ടിലെ ദൈവങ്ങളെയും ചിലപ്പോൾ ഇതിൽ കുടിവെക്കുക പതിവുണ്ട്. തെക്കേ അറ്റത്തുള്ളതായ 3-ാം നമ്പർ മുറി ഉറങ്ങുന്ന മുറിയായിട്ടും ചിലപ്പോൾ കലവറയായിട്ടും ഉപയോഗിക്കാറുണ്ട്. 4-ാം നമ്പർ അടുക്കള അല്ലെങ്കിൽ വെപ്പുപുരയാകുന്നു. അതിനടുത്ത് ഒരു കിണറും അതിൽ നിന്ന് വെള്ളം കോരുവാൻ ഒരവാതിലും ഉണ്ടായിരിക്കും. വെള്ളം അകത്തു നിന്ന് കോരുവാൻ തക്കവിധം ഒരു തുടിയും കയറും അരവാതിലിനോട് യോജിപ്പിച്ചിരിക്കുകയും ചെയ്യും. വെപ്പുപുര ചിലപ്പോൾ വേറെ തന്നെയായിട്ടും കാണാറുണ്ട്. 4-ാം നമ്പർ വടക്കിനിയാകുന്നു. ഇത് ഭക്ഷണത്തിനും ശ്രാദ്ധം മുതലായ കർമ്മങ്ങൾക്കുമുള്ളതായ സ്ഥലമാകുന്നു. 7ഉം 8ഉം നമ്പറുകൾ കിഴക്കിനിയും തെക്കിനിയും ആകുന്നു. ഇതുകൾ തുറന്നതായ ഭ്രാന്തമാതിരിയുള്ള സ്ഥലങ്ങളാകുന്നു. 10-ാം നമ്പർ പൂമുഖമാണ്. അതിൽ കൂടിയാണ് 4 പുരയിലേക്കും കടക്കുക. ചിലയിടങ്ങളിൽ നടുമുറ്റത്തിന്റെയും 4 പുരയുടെയും 4 പുറവും ഭ്രാന്തകൾ ഉണ്ടായി കാണാറുണ്ട്. ഈ ഭ്രാന്തയ്ക്കും പൂമുഖത്തിനും ചുറ്റും ഉയരം കുറഞ്ഞതായ കന്മതിലുകളും അതുകളിന്മേൽ മരം കൊണ്ട് വിസ്താരത്തിലുള്ളതായ പടികളും ഉണ്ടായിരിക്കും. മേലേ നിലയിൽ തെക്കിനിയുടെ മുകളിലെ മുറിയിലാണ് പുരുഷന്മാർ കിടന്നുറങ്ങുന്നത്. സ്ത്രീകൾക്ക് കിടക്കുവാൻ വെവ്വേറെ ഓരോ മുറിയും പടിഞ്ഞാറ്റി, വടക്കിനി മുതലായതിന്റെ മുകളിൽ ഉണ്ടായിരിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കയറിപ്പോകുവാൻ കോണികൾ വേറെയാണ്. പുരുഷന്മാരുടെ മുറികളിലെ ജനവാതിലുകൾ പറമ്പിലേക്ക് നോക്കുവാൻ തക്ക വിധമായിരിക്കുന്നതല്ലാതെ സ്ത്രീകളുടെ മുറികളിലേക്ക് ദൃഷ്ടി ഉണ്ടാവത്തക്ക വിധത്തിലായിരിക്കില്ല. വലിയ തറവാടുകളിൽ ഇങ്ങനെയുള്ള അനവധി 4 പുരകൾ ഉണ്ടായിരിക്കും. രാജാക്കന്മാരുടെ കോവിലകങ്ങളുടെ ഉള്ളിൽ ക്ഷേത്രങ്ങളും അടങ്ങിയിരിക്കും. സാധാരണ കൂട്ടക്കാരുടെ വീട് ഒരു പടിഞ്ഞാറ്റിപ്പുര മാത്രമായിട്ടാണ് കാണാറുള്ളത്.